ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനൊരു MSc ബോട്ടണിക്കാരനാണ്. അതോടൊപ്പം മറ്റൊരു PG കൂടി ചെയ്തിട്ടുണ്ട്. സുവോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, എൻവയോൺമെന്റൽ സയൻസ്. എന്നിരുന്നാലും കേരള PSCയുടെ സിലബസ് HSST സുവോളജി പരിശോധിച്ചപ്പോൾ MSc ബോട്ടണിയിലും MSc സുവോളജിയിലും ഏകദേശം മിക്ക സിലബസും സെയിം ആണ്. അതിൽ സെക്കൻഡ് മൊഡ്യൂളായ ഹ്യൂമൻ ഫിസിയോളജി പിന്നെ ഡെവലപ്മെന്റ് ബയോളജി മാത്രമായിരിക്കും കുറച്ച് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ പോർഷൻസ്, എസ്പെഷ്യലി ബയോ കെമിസ്ട്രി, ബയോ ഇൻഫർമാറ്റിക്സ്, എൻവയോൺമെന്റൽ ബയോളജി, ജെനറ്റിക്സ്, സെൽ ബയോളജി, സിസ്റ്റമാറ്റിക്സ് തുടങ്ങിയതെല്ലാം തന്നെ, എവല്യൂഷൻ എല്ലാം തന്നെ MSc ബോട്ടണിൽ പഠിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിനകത്ത് പഠിക്കേണ്ട കണ്ടന്റിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് HSC ക്ലാസ് കഴിഞ്ഞപ്പോൾ പല കുട്ടികളും സുവോളജി ക്ലാസ്സുകൾ എടുക്കുമോ എന്ന് എനിക്ക് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ നന്നായിട്ട് റെഫർ ചെയ്ത് മാത്രമേ നോട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കത്തുള്ളൂ. എന്റെ നോട്ട് വെച്ച് മാത്രം പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ PGയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൈവശമുള്ള ബുക്സ് റെഫർ ചെയ്യുക, മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക. എന്തിനാണ് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, ഹൈസ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ പോലെ അത്ര സിമ്പിൾ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. കാരണം അതിൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും കുറെ ക്വസ്റ്റ്യൻസ് വന്നത്. എന്നാൽ ചില സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിയുടെ കഴിഞ്ഞ പരീക്ഷകൾ എന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ പരീക്ഷകളെല്ലാം തന്നെ കുറച്ച് ടഫ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും വളരെ ആഴത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബോട്ടണിയും സുവോളജിയും ഫിസിക്സും ഒക്കെ എല്ലാ ക്വസ്റ്റ്യനും കുറച്ച് ടഫ് ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. കട്ട് ഓഫ് വളരെ കുറവുമായി. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ അത് ആഴത്തിൽ പഠിക്കുക. എല്ലാ പോയിന്റും കവർ ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമായിരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മറ്റു ചോദിക്കാൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്തായാലും മാക്സിമം റെഫർ ചെയ്തിട്ട് വേണം ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ പോകാനുള്ളത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഇന്ന് എടുക്കുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന ടോപ്പിക്കാണ്. സുവോളജിയിലെ സിസ്റ്റമാറ്റിക്സ് എന്ന മൊഡ്യൂൾ ഫസ്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ബേസിക് കൺസെപ്റ്റും ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ഇതിലേക്ക്. ആദ്യം നമുക്ക് കേരള PSCയുടെ HSS സുവോളജിയുടെ സിലബസ് എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജി, അതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. 10 മാർക്കിനാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ സിസ്റ്റമാറ്റിക്സിലെ ബേസിക് കൺസെപ്റ്റ്, ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, മോഡേൺ ട്രെൻഡ്സ് ലൈക്ക് ഹീമോ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, മോളിക്കുലർ ടാക്സോണമി, ക്ലാഡിസ്റ്റിക്സ്, numerical taxonomy, then dimensions of speciation, then species concept, then theories of biological classification, hierarchy of categories, then procedural keys, taxonomic procedures, collection, preservation, curating and identification, then taxonomic keys, merit and demerits, ICZN, then formation of scientific names of various taxa. ഇത്രയുമാണ് സിസ്റ്റമാറ്റിക്സ് എന്നുള്ളത്. എവല്യൂഷണറി ബയോളജിയിലുള്ളത് ഔട്ട്ലൈൻ ഓഫ് എവല്യൂഷണറി തിയറീസ്, നോട്ട് ഡീറ്റെയിൽ അല്ല, ഡീറ്റെയിൽ ആയിട്ടല്ലാതെ ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് പഠിക്കുക. ഡാർവിനിസം, ലാമാർക്കിസം, മോഡേൺ സിന്തസിസ്, ദെൻ ഒറിജിൻ ഓഫ് ഹയർ കാറ്റഗറീസ്. അതിൽ പങ്ക്ച്വേറ്റ് എക്വിലിബ്രിയം ഞാൻ HSA ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Then macro evolution and micro evolution, then co-evolution, founder principle, C value paradox, concept of molecular flow, cytochrome C, hemoglobin histo procedures. ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. What is systematics? In biology, systematics is the study and classification of elements. +1+2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം സിസ്റ്റമാറ്റിക്സ് എന്താണ്? ജീവനുള്ള വസ്തുക്കളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ആണ് സിസ്റ്റമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The word systematics is derived from the Latinized Greek words such as systema, applied to the system of classification developed by Carl Linnaeus in the 4th edition of his historical book, Systema Naturae in 1735. ഈ വേർഡ് സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് എവിടെ നിന്നുണ്ടായി? ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡിനായ സിസ്റ്റമ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഈ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നതാണ് കോൾസ് ലിനേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിലൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ചേർത്ത് ഒരു 4th എഡിഷൻ ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് സിസ്റ്റമ നാച്ചുറ എന്നായിരുന്നു. ഈ സിസ്റ്റമ നാച്ചുറയിലൂടെയാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ഐഡിയ പുറം ലോകത്ത് എത്തിച്ചത്. അപ്പൊ അതിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന വാക്ക് ഉണ്ടായത്. കൈൻഡ്സ് ഓഫ് സിസ്റ്റമാറ്റിക്സ്, ഏതൊക്കെ ടൈപ്പിലാണ് സിസ്റ്റമാറ്റിക്സ് ഉള്ളത്? Systematics can be divided into 2 closely related and overlapping levels of classification, such as taxonomic and phylogenetic. Taxonomic classification, അതിൽ phylogenetic classification. Taxonomic classification നമുക്ക് എല്ലാവർക്കും അറിയാം, ലിനേഴ്സ് സിസ്റ്റം, ലിനേഴ്സിന്റെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്നത്. മറ്റൊന്നാണ് ഫൈലോജെനറ്റിക്, എവല്യൂഷണറി ക്യാരക്ടറിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാറ്റിക്സ്. Taxonomic classification group of living things together based on shared traits.
usually what they look like or what their bodies do. അതായത് ടാക്സോണമി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ജീവികൾ തമ്മിലുള്ള ട്രേറ്റ് ക്യാരക്ടറിന്റെ സിമിലാരിറ്റിയുടെ ബേസിലായിരിക്കും അവരെങ്ങനെ ഒരുപോലെ കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തായാലും. ഫോർ എക്സാമ്പിൾ പൂച്ചയും കടുവയും ലയണും ഒക്കെ നമുക്കറിയാം ഫെലിഡെ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ഫെലിഡെ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ പൂച്ചയും കാട്ടുപൂച്ചയും എന്തുകൊണ്ട് ഫെലിസ് എന്ന ജീനസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അല്ലെങ്കിൽ ലയനും ടൈഗറൊക്കെ എന്തുകൊണ്ട് പാന്തേറ എന്ന ജീനസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അപ്പൊ അവരുടെ ഒരു സിമിലാരിറ്റി, ഫീച്ചറിന്റെ സിമിലാരിറ്റിയുടെ ബേസിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ബോഡിയിൽ ഫീച്ചേഴ്സ് കാണപ്പെടുന്നത്, രൂപം, മോർഫോളജിക്കൽ അപ്പിയറൻസ് എന്താണ്, ഇതിന്റെയൊക്കെ ബേസിലാണ് ടാക്സോണമി ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അനിമൽസ് ദാറ്റ് ലേ എഗ്സ് ആൻഡ് ഹാവ് സ്കെയിൽസ് വി കോൾ റെപ്റ്റൈൽസ്. മുട്ടയിടുന്നവരും സ്കെയിൽസ് ഉള്ളതുമായിട്ടുള്ള ജീവജാലങ്ങൾ നമ്മളെ പൊതുവെ എല്ലാവരും വിളിക്കുന്ന ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്? റെപ്റ്റൈൽസ് എന്ന ഗ്രൂപ്പ്, ഉരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ആൻഡ് അനിമൽസ് ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫർ ഓർ ഹെയർ വി കോൾ മാമൽസ്. പ്രസവിക്കാൻ കഴിയുന്നതും ശരീരത്തിൽ രോമങ്ങൾ ഉള്ളതുമായിട്ടുള്ള ജീവജാലങ്ങൾ എല്ലാത്തിനും നമ്മൾ വിളിക്കുന്ന പേര് മാമൽസ് അഥവാ സസ്തനികൾ എന്നാണ്. More specifically, all humans share the same characteristic features and so belongs to the group or taxon or the genus Homo and species Sapiens. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒരേ ക്യാരക്ടേഴ്സ് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഗ്രൂപ്പിന്റെ ടെക്നിക്കൽ ടേമാണല്ലോ ടാക്സോൺ അല്ലെങ്കിൽ ജീനസ് എന്ന് പറയുന്നത്. ജീനസ് ഒരു ടാക്സോൺ ആണല്ലോ. ആ ഏത് ജീനസിലാണ് മനുഷ്യർ ഉൾപ്പെടുന്നത്? ഹോമോ. ആൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ്. ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതേ പോലെ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ, ട്രേറ്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. Phylogenetic classification use the taxonomy names, but further group organisms by how evolutionary related they are to one another. അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനിൽ ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുമായിട്ട് എന്ത് ജനിതകപരമായിട്ടുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ എവല്യൂഷണറി അഫിനിറ്റീസ് ഉണ്ട്. ഫൈലോജനി, വാട്ട് ഈസ് ഫൈലോജനി? എവല്യൂഷണറി ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം, അല്ലെങ്കിൽ ജനറ്റിക് അഫിനിറ്റീസ് കാണിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഫൈലോജനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിക്ക് ജനിതകപരമായിട്ട് പരിണാമപരമായിട്ട് എന്ത് ബന്ധമുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. By looking at each organism's gene, we know that gorillas are more closely related to humans than they are to cockroaches. നമ്മളിപ്പോൾ ജീൻ പരമായിട്ട് നേരത്തെ പറഞ്ഞ ജനറ്റിക് റിലേഷൻ നോക്കുകയാണെങ്കിൽ ഗൊറില്ലയ്ക്ക് ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്? മനുഷ്യരുമായിട്ട് തന്നെയാണ്. എന്നാൽ കോക്രോച്ചുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല. അപ്പൊ ജീൻ പരമായിട്ട്, ജനിതകപരമായിട്ട് എന്ത് സാമ്യം, അല്ലെങ്കിൽ അവരുടെ എവല്യൂഷണപരമായിട്ട് എന്തൊക്കെ ക്യാരക്ടേഴ്സ് സിമിലാരിറ്റി ഉണ്ട്, ഇതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. What is taxonomy അഥവാ വർഗീകരണ ശാസ്ത്രം? That is the theory and practice of identifying plants and animals. സസ്യങ്ങളെയും ജന്തുക്കളെയും തിരിച്ചറിഞ്ഞ് അവരെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു തിയറി, ആ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. It is the functional science which deals with the identification, nomenclature and classification of different kinds of organisms all over the world. ലോകത്ത് മുഴുവനായിട്ട് കാണപ്പെടുന്ന പല ടൈപ്പ് ആനിമൽസിനെ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞ് nomenclature, that means method of naming, പേര് കൊടുത്ത് then classify suitable ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെ ശരിക്കും ഒരു സയൻസിന്റെ ബ്രാഞ്ച് ആണ് ടാക്സോണമി എന്ന് പറയുന്നത്. The word taxonomy is derived from the Greek word such as taxis, that means arrangement, and nomos, that means law. ഗ്രീക്ക് വേർഡുകളായ ടാക്സിസ് അതിന്റെ അർത്ഥം അറേഞ്ച്മെന്റ്, നോമോസ് that means law. ഇതിന്റെ വാക്കിൽ നിന്നാണ് ടാക്സോണമി നമുക്ക് ഉണ്ടായത്. And the term was coined by A.P.D. Cantor in 1830. എന്നാൽ ഈ ടാക്സോണമി ടേം കൊണ്ടുവന്നത് അഗസ്റ്റിൻ പൈരം ഡി കാൻഡോർ എന്ന സയന്റിസ്റ്റ് ആണ്. 1813 ഈ ടാക്സോണമി വാക്ക് ആദ്യമായി തരുന്നത്. അത് കോളേജിന് ശേഷമാണ് ടാക്സോണമി എന്നൊരു ശാഖ വരുന്നത്. പല സ്റ്റേജസ് ഓഫ് ടാക്സോണമി ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആൽഫ ടാക്സോണമി. ആൽഫ ടാക്സോണമി എന്ന് പറയുന്നത് ഇത് സ്റ്റേജ് സ്പീഷീസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഗ്രോസ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ജീവിയുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആൽഫ ടാക്സോണമി. ബീറ്റ ടാക്സോണമി എന്ന് പറയുന്നത് ഇൻ ദി സ്റ്റേജ് സ്പീഷീസ് ആർ അറേഞ്ച്ഡ് ഫ്രം ലോവർ ടു ഹയർ കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഹൈറാർക്കി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ജീവികളെ ഒരു ലോവർ ഗ്രൂപ്പിൽ നിന്ന് ഹയർ ഗ്രൂപ്പിലോട്ട് അറേഞ്ച് ചെയ്തു. ലിനേഴ്സ് ഒക്കെ ചെയ്ത് ഓർമ്മ സ്പീഷീസ് തുടങ്ങി കിങ്ഡത്തിൽ എത്തിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ലോവർ ഗ്രൂപ്പിൽ നിന്നും ഹയർ ഗ്രൂപ്പിലോട്ട് ഹൈറാർക്കി അറേഞ്ച് ചെയ്യുന്ന ടാക്സോണമിയാണ് ബീറ്റ ടാക്സോണമി എന്ന് പറയുന്നത്. ഗാമ ടാക്സോണമി ഇൻ ദി സ്റ്റേറ്റ് ഇൻട്രാ സ്പെസിഫിക് ഡിഫറൻസസ് ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററി ആർ സ്റ്റഡി. ഇൻട്രാ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പീഷീസിനകത്തുള്ള തന്നെ പല ഡിഫറൻസുകളെ സ്റ്റഡി ചെയ്ത്
എവല്യൂഷണറി ഹിസ്റ്ററി എല്ലാം സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഗാമ ടാക്സോണമി എന്ന് പറയുന്നത്. എന്താണ് ക്ലാസിക്കൽ ടാക്സോണമി? ക്ലാസിക്കൽ ടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഒരു ജീവിയുടെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചില എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ക്ലാസിക്കൽ ടാക്സോണമി പറയുന്നത്. ഇത് തുടങ്ങിയത് പ്ലേറ്റോയിൽ തുടങ്ങി, പിന്നീട് അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? അനിമൽസിനെ റെഡ് ബ്ലഡഡ് എന്നും നോൺ റെഡ് ബ്ലഡ് എന്നും രണ്ട് ഗ്രൂപ്പാണ് തിരിച്ചു, ഈസി ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. പിന്നെ പ്ലാന്റ്സിനെ അതിന്റെ ഹാബിറ്റ് വെച്ചിട്ട് ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഫാദർ ഓഫ് സുവോളജി ആൻഡ് ഫൗണ്ടർ ഓഫ് ബയോളജി. പിന്നീട് തിയോഫ്രാസിസ് വന്നു, അരിസ്റ്റോട്ടിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബോട്ടണി എന്ന്. പിന്നീട് അതിനുശേഷം ഒരുപാട് സയന്റിസ്റ്റുകൾ വന്നു. പിന്നെ ലിനേസ് വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള, ലിനേസിന് അറിയപ്പെടുന്നത് എന്താണ്? ഫാദർ ഓഫ് ടാക്സോണമി ആണ്. ഇത്തരം ക്ലാസിഫിക്കേഷൻ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്, ക്ലാസിക്കൽ ടാക്സോണമിയിൽ ഉൾപ്പെടുന്നത്. സ്പീഷീസ് ആർ delimited on the base of morphological characters. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ എല്ലാം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ബേസിലായിരുന്നു. only few characters are employed for classification. ക്ലാസിഫിക്കേഷനിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. A few individuals or their preserved specimens are used for study and it is called ടൈപ്പോളജിക്കൽ കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ അവരുടെ ക്ലാസിഫിക്കേഷന് വേണ്ടി വളരെ കുറച്ച് സ്പെസിമെൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അതിന്റെ പ്രിസർവ്ഡ് പാർട്ടായിരിക്കും ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു ക്ലാസിഫൈ ചെയ്തത്. അതിനെ അറിയപ്പെടുന്ന ടൈപ്പോളജിക്കൽ കൺസെപ്റ്റ് ആണ്. കാരണം കുറച്ച് ജീവികളെ വെച്ചിട്ടാണ് അവർ ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്പീഷീസ് ആർ ബിലീവ്ഡ് ടു ബി സ്റ്റാറ്റിക്. സ്പീഷീസ് എല്ലാം സ്റ്റാറ്റിക്, സ്ഥിരമാണെന്ന് വിശ്വസിച്ചിരുന്നു. ആൻഡ് ദേ ആർ ദ സെന്റർ സ്റ്റേജ് ഓഫ് സ്റ്റഡി, പഠനത്തിന്റെ കേന്ദ്ര സ്പീഷീസ് ആണെന്നും അതിന്റെ സബ്യൂണിറ്റിന് വളരെ പ്രാധാന്യമില്ലെന്നുമായിരുന്നു ക്ലാസിക്കൽ ടാക്സോണമിയിൽ വിശ്വസിച്ചിരുന്നത്. അപ്പം ചില കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ക്ലാസിക്കൽ ടാക്സോണമിയിൽ ഉൾപ്പെടുന്നത്. മോഡേൺ ടാക്സോണമി അഥവാ ന്യൂ സിസ്റ്റമാറ്റിക്സ്. ഒരുപാട് സയന്റിസ്റ്റുകൾ അവരുടെ ശൈലിയിലുള്ള പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തി ടാക്സോണമിയുടെ പേര് മാറ്റിയിട്ടുണ്ട്. 1940 സർ ജൂലിയൻ ഹക്സ്ലിയൻ സയന്റിസ്റ്റ് സിസ്റ്റമാറ്റിക്സിന്റെ പേര് മാറ്റി പുതിയൊരു ടേം കൊണ്ടുവന്നു, അതാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ്. ഈ ന്യൂ സിസ്റ്റമാറ്റിക്സിലൂടെ എല്ലാത്തരം ക്യാരക്ടേഴ്സിനും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ക്ലാസിക്കൽ ടാക്സോണമിയിലെ മോർഫോളജി ബേസിലായിരുന്ന ക്ലാസിഫിക്കേഷൻ എങ്കിൽ ഇവിടെ അനാട്ടമി, സൈറ്റോളജി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, എക്കോളജി, ജെനറ്റിക്സ്, എംബ്രിയോളജി, ബിഹേവിയർ തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതിൽ ഒന്നോ രണ്ടോ സ്പീഷീസിനെ വെച്ചുള്ള ടൈപ്പോളജിക്കൽ സ്പെസിഫിൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഓൾ പോപ്പുലേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ന്യൂ സിസ്റ്റമാറ്റിക്സിലൂടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ മോർഫോളജിക്കൽ ട്രേറ്റ്സിന്റെ ബേസിലായിരിക്കും കൂടുതലും ക്ലാസിക്കൽ ടാക്സോണമി ചെയ്യുന്നത് പറഞ്ഞു. ന്യൂ സിസ്റ്റമാറ്റിക്സിനെ അറിയപ്പെടുന്നത് പോപ്പുലേഷൻ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ബയോ സിസ്റ്റമാറ്റിക്സ് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ദ ഓർഗാനിസം, ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ടൈപ്പ് ഓഫ് വേരിയേഷൻ സ്പീഷീസ്. ഒരു സ്പീഷീസിലുള്ള പലതരം വേരിയേഷൻ അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് വേരിയേഷൻസിന്റെ ബേസിലായിരിക്കും ഇത്തരം ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ മോർഫോളജിക്കൽ വേരിയേഷൻ ഉൾപ്പെടെ തന്നെ മറ്റു ട്രേറ്റ്സിന്റെ വെറൈറ്റി ഉൾപ്പെടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഡീലിമിറ്റേഷൻ ഓഫ് സ്പീഷീസ് കാരിഡ് ഔട്ട് ഓൺ ദ ബേസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ട്രേറ്റ്സ്. അതായത് ഒരു ജീവിയുടെ എല്ലാ തരം സ്വഭാവങ്ങളും നിർണ്ണയിച്ചുകൊണ്ടായിരിക്കും ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇതിനെ ബയോളജിക്കൽ ഡീലിമിറ്റേഷൻ എന്നാണ് അറിയുന്നത്. ജീവികളുടെ ഒരു അതിർത്തി അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. അതിനെയാണ് ബയോളജിക്കൽ ഡീലിമിറ്റേഷൻ എന്ന് അറിയുന്നത്. നെക്സ്റ്റ് വൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ +1 ടോപ്പിക്കായിട്ട് പഠിച്ചതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓരോ ടാക്സോണമിക് റാങ്കുകളുടെ കാറ്റഗറിയുടെ ബേസിലായിരിക്കും ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സ്പീഷീസ്, ദെൻ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ആൻഡ് ഡൊമൈൻ. 6th ക്ലാസിഫിക്കേഷനിലാണ് ഡൊമൈൻ എന്ന ഗ്രൂപ്പ് വരുന്നത്. കാൾസ് ബൂസ് എന്ന സയന്റിസ്റ്റ് ആണ് 6th ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഡൊമൈൻ എന്ന ഗ്രൂപ്പ് കിങ്ഡത്തിന്റെ മുകളിലായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള റാങ്കുകളുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സിസ്റ്റമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിംഗ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. നേരത്തെ പറഞ്ഞു ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധം മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിസ്റ്റമാറ്റിക്സ് ആണ്. സിസ്റ്റമാറ്റിക്സിലൂടെ നമുക്ക് പല ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധം മനസ്സിലാക്കാൻ പറ്റും. ഫെസിലിറ്റേറ്റിംഗ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ പേര് കൊടുത്ത് നെയിമിംഗ് പേര് കൊടുത്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എയ്ഡിങ് കൺസർവേഷൻ എഫേർട്സ്. നമുക്ക് ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മാർഗനിർദ്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയും. അതായത്
വംശനാശം സംഭവിക്കുന്ന ജീവികളാണെങ്കിൽ അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇത് സിസ്റ്റമാറ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, അഡ്വാൻസിങ് മെഡിക്കൽ ആൻഡ് അഗ്രികൾച്ചർ റിസർച്ച്. അതായത് ഒരു ടെസ്റ്റ്, ഒരു കീടം വന്നു കഴിഞ്ഞാൽ ആ കീടത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കീടം ഏത് കാറ്റഗറി പെട്ടതാണ്, ഒരു സിസ്റ്റമാറ്റിക്സിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അതിലൂടെ ആ കീടത്തിലൂടെ ടെസ്റ്റിലൂടെ ഏതൊക്കെ പത്തോജൻസ്, അതായത് വെക്ടറായിക്കൊണ്ട് ഏതൊക്കെ പത്തോജൻസ് പകരാം, ആ പത്തോജന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക്സിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അതിനുശേഷം ഈ പത്തോജനെയും പെസ്റ്റിനെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് എതിരെയുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അതിനെല്ലാം സഹായിക്കുന്നത് സിസ്റ്റമാറ്റിക്സ് തന്നെയാണ്. പ്രൊവൈഡിങ് എ ഫ്രെയിംവർക്ക് ഫോർ ബയോളജിക്കൽ സ്റ്റഡി. ജൈവപരമായിട്ടുള്ള പല പഠനങ്ങൾക്ക് ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്സ് ആണ്. കാരണം നമുക്ക് ഒരു പ്ലാന്റ് ആയാലും ഒരു അനിമൽ ആയാലും പഠിക്കുമ്പോൾ അതിന്റെ സിസ്റ്റമാറ്റിക്സ് നിർബന്ധത അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ മറ്റു ഗ്രൂപ്പുകളുടെ ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, ബയോളജിയിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ പഠിക്കാം: തിയററ്റിക്കൽ ബയോളജി ആൻഡ് അപ്ലൈഡ് ബയോളജി. ആദ്യം നമുക്ക് തിയററ്റിക്കൽ ബയോളജി എന്താണെന്ന് നോക്കാം. Systematics has played some important role in the field of theoretical biology. Theoretical biology systematics ഒരുപാട് പ്രാധാന്യമുണ്ട്. It is responsible in making conceptual contribution like population thinking. പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സിന് ഒരു വിവരശേഖരണത്തിന് വേണ്ടിയും, അതുപോലെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഇൻ സോൾവിംഗ് ദ പ്രോബ്ലംസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്പീഷീസ്. സ്പീഷീസ് പെരുകുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊക്കെ സിസ്റ്റമാറ്റിക്സ് ഒരു പരിധി വരെ സഹായിക്കുന്നു. It illustrates the structure of species and evolutionary process. ഓരോ സ്പീഷീസിന്റെ സ്ട്രക്ചറും അതുപോലെ എവല്യൂഷണറി പ്രോസസ്സ് മനസ്സിലാക്കാൻ സിസ്റ്റമാറ്റിക്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മിമിക്രി ആൻഡ് അതർ എവല്യൂഷണറി ഏരിയസ് ആൾസോ ഹൗ ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ത്രൂ ടാക്സോണമി. ടാക്സോണമിലൂടെ നമുക്ക് ഒരു ജീവി ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ മിമിക്രി, അതായത് അനുകരണം, ചിലപ്പോൾ പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനാകാം, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഒരു എക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിമിക്രി കാണിക്കാറുണ്ട്. പല ജീവികളും മിമിക്രി ചെയ്യാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ടാക്സോണമിയുടെ കഴിയും. ഇറ്റ് ഹാസ് ആൾസോ പ്ലേഡ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ബിഹേവിയറൽ സയൻസ്. ബിഹേവിയറൽ സയൻസിന്റെ ഡെവലപ്മെന്റ് ഒരുപാട് സഹായിക്കുന്ന സിസ്റ്റമാറ്റിക്സ്. ടാക്സോണമി ഇസ് ദ കീ ടു സ്റ്റഡി എക്കോളജി, as no ecological survey can undertaken unless the all species of ecological importance are identified. ടാക്സോണമി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കോളജി പഠിക്കാൻ പറ്റൂ. നമ്മുടെ ഭൂമിയിൽ എത്രത്തോളം ജീവജാലങ്ങളുണ്ട് അല്ലേ, സർവേ നടത്താൻ പറ്റും. ഒരു എക്കോളജിയിലൂടെ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മെഷർ ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക്സിൽ അത് പറ്റുമോ? ഇങ്ങനെയുള്ള തിയററ്റിക്കൽ ആസ്പെക്ട്സിന് ഒരുപാട് സിസ്റ്റമാറ്റിക്സ് സഹായിക്കും. അപ്ലൈഡ് ബയോളജിയുടെ ഫീൽഡിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് സിസ്റ്റമാറ്റിക്സ്? ഒന്നാമതാണ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു കൃഷി രംഗത്ത് ആ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പെസ്റ്റ് വരികയാണെങ്കിൽ, ഒരു കൃഷി നടുമ്പോൾ അതിനെ ആക്രമിക്കുന്ന പെസ്റ്റ്, ആ പെസ്റ്റ് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്, അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെ എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നറിയണമെങ്കിൽ ശരിക്കും നമ്മൾ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക്സ് അറിഞ്ഞിരിക്കുക അല്ലേ. അതുകൊണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഗ്രൂപ്പ് സിസ്റ്റമാറ്റിക്സിലൂടെ നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. Taxonomics can give correct identification of pest species, which is vital for its effective control. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ടാക്സോണമിക്സിന്റെ ആ പെസ്റ്റിനെ കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? ആ പെസ്റ്റ് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാന്നുള്ളൊരു സജഷൻ പറയാൻ പറ്റും. സിമിലർലി മെനി ഓഫ് ദ പ്ലാന്റ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ സെർട്ടൻ വെക്ടർ. പല വെക്ടറിലൂടെയാണ് പ്ലാന്റ് ഡിസീസ് ഉണ്ടാകുന്നത്. കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ എ പർട്ടിക്കുലർ വെക്ടർ ഇസ് എ വൈറ്റൽ ഫോർ ബ്രിങ്ങിങ് ദ വെക്ടർ അണ്ടർ കൺട്രോൾ ബൈ കില്ലിംഗ് ഇറ്റ്സ് ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ ഈ ഒരു വെക്ടറിനെ തിരിച്ചറിഞ്ഞാൽ വെക്ടർ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു പ്ലാന്റ് ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയൂ. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ കൺട്രോൾ. നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ്. ഒരു പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ അതിന്റെ തന്നെ ശത്രുക്കൾ ഉപയോഗിക്കാം. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഒരു പെസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ശത്രു എന്ന് കണ്ടെത്തിയിട്ട് അതിനെ കൊണ്ട് ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതി, ആ രീതിയാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. 1940 ഉറുഗയിൽ നിന്നും അർജന്റീനയിൽ നിന്നും ആർമിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു പാരസൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പേര് ആർക്കൈറ്റസ് ഇൻസെർട്ടസ് എന്നാണ്. ഈ പാരസൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആർമിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു ടെക്നിക്കൽ എക്സാമ്പിൾ നോക്കാം. അടുത്താണ് പബ്ലിക് ഹെൽത്ത്. വളരെ ചുരുക്കി പറയാം, ടാക്സോണമി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം. ആൾസോ നമ്മുടെ പൊതു ആരോഗ്യത്തിന് വേണ്ടി ടാക്സോണമി ഒരുപാട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ അനോഫിലസ് മൊസ്കിറ്റോസിന്റെ കാര്യം, എല്ലാ അനോഫിലസ് സ്പീഷീസുകളും
മലേറിയ ഉണ്ടാക്കുന്നവരല്ല. എന്നാൽ മലേറിയ ഉണ്ടാക്കുന്ന അനോഫിലസ് സ്പീഷീസ് ഏത് എന്ന് തിരിച്ചറിയാനും അതിലൂടെ നമുക്ക് ഒരു അവയർനെസ് തരാനും അതിന്റെ ഉത്ഭവങ്ങളെ ഇറാഡിക്കേറ്റ് ചെയ്യാനും ഉള്ള ഒരു മാർഗം തരുന്നത് ടാക്സോണമിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് മാത്രമാണ് ഈ അസുഖത്തിന് കാരണമായ അല്ലെങ്കിൽ വെക്ടർ ഏത് അനോഫിലസ് മോസ്കിറ്റോയാണ്, ഏത് സ്പീഷീസ് ആണ് എന്ന് തിരിച്ചറിയാനും അതിലൂടെ നമുക്കൊരു ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സജഷൻ തരുന്നതും ടാക്സോണമിസ്റ്റാണ്. നെക്സ്റ്റ് വൺ ക്വാറന്റൈൻ. അതായത് പല പെസ്റ്റുകളും ഡിസീസും ഉണ്ടാകുന്നത് ആ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് സ്പ്രെഡ് ആകുന്നതിന് കാരണം എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ആ പ്ലാന്റുകളെയോ അല്ലെങ്കിൽ അനിമലുകളെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടല്ലേ? അപ്പൊ ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ആ രാജ്യത്തുണ്ടാകുന്ന അസുഖങ്ങൾ മറ്റൊരു രാജ്യത്ത് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്ലാന്റ് ക്വാറന്റൈൻ അല്ലെങ്കിൽ അനിമൽ ക്വാറന്റൈൻ മെത്തേഡിലൂടെ ടാക്സോണമികൾക്ക് ആ പെസ്റ്റുകളെ തിരിച്ചറിയാനും അതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് ആ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്തിട്ട് മാത്രം സർട്ടിഫൈ ചെയ്ത് മാത്രമേ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കടത്തിവിടാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിന് ടാക്സോണമി ഒരുപാട് സഹായിക്കുന്നു. വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് സിമ്പിൾ ആക്കി പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബയോഡൈവേഴ്സിറ്റി നമ്മുടെ വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യണമെങ്കിൽ ആ ജീവികളെ കുറിച്ച് തിരിച്ചറിയണ്ടേ, അത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു, അത് ഏത് സ്പീഷീസ് ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ടാക്സോണമിസ്റ്റ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ടാക്സോണമിയുടെ സഹായമില്ലാതെ നമ്മുടെ വൈൽഡ് ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം ആ വൈൽഡ് ലൈഫിന് അനുയോജ്യമായ ഹാബിറ്റാറ്റ് ഏത്, അത് എവിടെ ജീവിക്കുന്നു, അത് ഏതൊക്കെ ജീവികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇവിടെ എനിമിയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും അവയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടാക്സോണമി അറിഞ്ഞിരിക്കും. മിനറൽ പ്രോസ്പെക്ടിങ്, അതായത് നമുക്ക് ഒരു സയന്റിസ്റ്റിനെ ഫോസിൽ കിട്ടിയാൽ ആ ഫോസിലുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആ ഫോസിലൂടെ അതിന്റെ ആ ജീവിയെ കുറിച്ചുള്ള ഐഡിയ കിട്ടുകയും അതിന്റെ കറക്റ്റ് ജീവനത്തിൽ ടൈം സ്കെയിലുള്ള മറ്റു ഗ്രൂപ്പിലുള്ള ജീവജാലങ്ങളുടെ ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ പല ഫോസിൽ എവിഡൻസും കിട്ടുന്ന നമുക്കറിയാം സെഡിമെന്റ് റോക്സിലൂടെ ആയിരിക്കും. ഇതിലുള്ള മിനറൽ ഡെപ്പോസിഷൻ ഫ്യൂൾസിന്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ ആ ഫോസിലിന്റെ സ്വഭാവം കൊണ്ടും ആ ജീവനത്തിൽ ടൈം സ്കെയിലിൽ ഉൾപ്പെടുന്ന ജീവജാലത്തിന്റെ കംപ്ലീറ്റ് ഡേറ്റ തരാൻ കൂടി നമുക്ക് പറ്റും. അതൊരു സിസ്റ്റമാറ്റിക്സിലൂടെ അല്ലെങ്കിൽ ടാക്സോണമിസ്റ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. നെക്സ്റ്റ് വൺ നാഷണൽ ഡിഫൻസ്. വളരെ ചുരുക്കി പറയാം, നമ്മുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സിസ്റ്റമാറ്റിക്സ് ഒരുപാട് സഹായിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അമേരിക്കയിൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജാപ്പനീസ് പേപ്പർ ബലൂണിലൂടെ കുറെ മൈക്രോ ഓർഗാൻസിന്റെ ഷെല്ലുകൾ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അവർ പേപ്പർ ബലൂണുകൾ ഉണ്ടാക്കി വിട്ടു. ഈ പേപ്പർ ബലൂണിൽ തന്നെ ഒരുപാട് ജീവജാലങ്ങളുടെ മൈക്രോ ഷെല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം ആ രാജ്യത്തെത്തുകയും അവിടെ സ്പ്രെഡ് ആവുകയും അവരുടെ അവിടുത്തെ സമ്പത്തിനും മറ്റും ജീവനും മൊത്തം വിളകൾക്കെല്ലാം നാശമുണ്ടാക്കുകയും ചെയ്തു. അതുവഴി ആ രാജ്യത്തിന് തകർച്ചയിലെത്തിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ബയോവാറിലൂടെ ഏത് സ്പീഷീസ് ആണ് എത്തിച്ചേരുന്നത് അത് മനസ്സിലാക്കാനും അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ എടുക്കാം, ഇതിനൊരു സിസ്റ്റമാറ്റിക്സിന്റെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അന്ന് അതിലൊരു സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ബോംബ് പ്ലാസ്റ്റിക്കിലൂടെ ഈ മൈക്രോബ്സിനെ എല്ലാം കൊന്നു കളഞ്ഞു അതിലൂടെ നമ്മുടെ മിലിറ്ററിയെയും നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ എല്ലാ ജീവനും സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാഷണൽ ഡിഫൻസ് നടത്തണമെങ്കിൽ ബയോവാർ പോലുള്ള ഏതെങ്കിലും മൈക്രോബ്സ് നമ്മുടെ നാട്ടിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ ആ മൈക്രോബ്സ് അല്ലെങ്കിൽ ആ പതോജൻ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ടാക്സോണമിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഒരു ടാക്സോണമിസ്റ്റിന് മാത്രമേ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ നമുക്കറിയാം. ലൈക്കൻസ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ലൈക്കൻസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡ് മരങ്ങളിൽ കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിലെ മരങ്ങളിൽ ലൈക്കൻസ് വളരെയല്ല. അതുപോലെ വാട്ടറിലെ ചില പ്ലാന്റൻസിന്റെ പ്രസൻസ്, ആ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കി തരാം. അവിടെ പ്ലാന്റൻസ് കൂടുന്തോറും അവിടെ പൊല്യൂഷന്റെ ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ആ പ്ലാന്റൻസിലൂടെ ആ പൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെതിരെ എന്ത് മെഷർമെന്റ് എടുക്കണം എന്നതിലേക്ക് നമ്മൾ നയിക്കുന്നത് ഒരു ടാക്സോണമി വർക്ക് തന്നെയാണ്. അപ്പോൾ ഒരു വാട്ടർ ബോഡിയിലോ മറ്റു സ്ഥലങ്ങളിലോ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഏതൊക്കെ സ്പീഷീസ് ആണ് സ്പ്രെഡ് ആകുന്നത്, എന്തുകൊണ്ട് അത് സ്പ്രെഡ് ആകുന്നു, എങ്ങനെ അത് പൊല്യൂഷനിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് അത് എങ്ങനെ വർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ടാക്സോണമിസ്റ്റിലൂടെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റൂ. ടാക്സോണമി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ടാക്സോണമി അഥവാ സിസ്റ്റമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ്. ഞാൻ ഈ പോയിന്റ് എല്ലാം ഒന്ന് ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞത്. എല്ലാ പോയിന്റും വായിച്ച് പറയുന്ന വലിയൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ നോട്ട് തന്നിരിക്കുന്ന സെന്റൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക, കിട്ടുന്നിടത്തോളം മറ്റു പോയിന്റുകൾ ഉൾപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോട് കാണാൻ എല്ലാവർക്കും ശുഭദിനം.